ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 7 മുതൽ 13 വരെയും 15 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് വിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ തിരുനാളുകളിൽ ഒന്നായ പെസഹ വ്യാഴാഴ്ച നാം ആചരിക്കുകയാണ്. 3 പ്രത്യേകതകളാണല്ലോ ഈ തിരുനാളിന് ഉള്ളത്. ലാളിത്യത്തിൻ്റെയും എളിമയുടെയും സന്ദേശം തൻ്റെ ശ്രേഷ്ഠ ശിഷ്യരെ പഠിപ്പിക്കാനായിട്ട് അവരുടെ കാലുകൾ കഴുകുന്ന യേശു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന യേശു, പൗരോഹിത്യം സ്ഥാപിക്കുന്ന യേശു. ഈ 3 തിരുനാളുകൾ സംയുക്തമായി ആചരിക്കപ്പെടുമ്പോൾ ഏവർക്കും പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഹൃദയപൂർവ്വം നേരുകയാണ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ നാം ആദ്യം വായിച്ച് ധ്യാനിക്കുന്നത്. ഇവിടെ നാം കാണുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരുടെ കാലുകൾ കഴുകുന്ന കൃത്യമായ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പെസഹ തിരുനാള് ഒരുക്കാൻ മാളികമുറി തയ്യാറാക്കുന്ന ആദ്യ രംഗം മുതൽ ആ മാളികമുറിയിൽ പെസഹ ആചരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ തിരുനാളിലേക്ക് നമ്മളെ നയിക്കുകയാണ് വചനം. പാലസ്തീനയിലെ പൊടി നിറഞ്ഞ തെരുവീഥികളിലൂടെ പൊടി പിടിച്ച വഴിയിലൂടെ നടക്കുന്നു. കാലില് അസ്വസ്ഥതയോ തോന്നും വിധം പറ്റിപ്പിടിക്കുന്ന പൊടിയും ചെളിയും അത് നീക്കം ചെയ്യാനായിട്ട് യഹൂദ കുടുംബങ്ങളിലെല്ലാം അടിമകള് ഭവനത്തിലേക്ക് കയറി വരുന്നവരുടെ കാലുകൾ കഴുകി ശുദ്ധീകരിക്കുന്നത് ഒരു പൊതു ചടങ്ങായിരുന്നു. ആ ഒരു സാധ്യത മുമ്പിലുള്ളപ്പോഴാണ് യേശുവും ശിഷ്യന്മാരും മാളികമുറിയിൽ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു അടിമയുടെ അസാന്നിധ്യം, അതുകൊണ്ട് തന്നെ കാലുകൾ കഴുകി ശുദ്ധീകരിച്ച് ഭവനത്തിലേക്ക് ആനയിക്കാൻ വേറെ യേശുവും ശിഷ്യന്മാരും പരസ്പരം നോക്കിയിട്ടുണ്ടാകും. ഇവിടെ അടിമകളില്ലാത്തത് കൊണ്ട് കാല് കഴുകണ്ട എന്ന് തീരുമാനിച്ച ശിഷ്യന്മാരകത്തിലായി. അവിടെയാണ് എളിമയുടെ ലാളിത്യത്തിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ അവൻ കഴുകുന്നത്. പത്രോസിന്റെ അടുക്കിലെത്തിയപ്പോൾ കാല് കഴുകരുത് എന്നുള്ള അഭ്യർത്ഥന നാം കാണുന്നു. കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലുകളും കൈകളും അങ്ങ് കഴുകണം എന്ന് പറയുന്നു. ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ചെറുതാകുന്ന, ആ ചെറുതാകലിൻ്റെ അനുഗ്രഹം ആസ്വദിക്കുന്ന ഈശോയും പത്രോസിനെയൊക്കെ നമ്മൾ കാണുകയാണ്. മറ്റാരും ചെയ്യാതിരുന്ന ഒരു മഹാകൃത്യം യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണമെന്ന് ഈശോ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടാകും, കോവിഡ് കാലത്ത് സഭ നമ്മളെ ആഹ്വാനം ചെയ്തു. നമ്മുടെ പള്ളികളിൽ കാലുകഴുകൽ ശുശ്രൂഷ നടക്കാനിടയില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ ഭാര്യയുടെ, കുഞ്ഞുങ്ങളുടെ കാലുകൾ കഴുകും. എത്ര ഭവനങ്ങളിൽ ഇത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ മഹത്വരമായ അനുഗ്രഹത്തിൻ്റെതായ ഒരു ശുശ്രൂഷയാണ് കാലുകഴുകൽ ശുശ്രൂഷ. ഇടവേള വികാരിച്ചൻ എൻ്റെ കാല് കഴുകിയതിൻ്റെ സന്തോഷമൊന്നും
വികാരത്തോടെ അനുസ്മരിക്കാൻ ആർക്കും ഇട നൽകാൻ സാധ്യതയില്ലാത്ത ഒരു തിരുനാളാണ്. അതുകൊണ്ട് തന്നെ പാദക്ഷാളന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഹൃദയത്തിൽ വലിയൊരു സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു സുദിനമാണ്. പ്രിയപ്പെട്ടവരെ, കാല് കഴുകൽ പള്ളിയിൽ എളുപ്പം. അച്ഛന്മാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. തലേന്ന് തന്നെ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ തീരുമാനമെടുക്കുന്നത് കൊണ്ട് കുളിച്ച് കാല് കഴുകി വൃത്തിയാക്കി മിടുക്കന്മാരായിട്ടിരിക്കുന്നവരുടെ കാലുകളാണ് അച്ഛന്മാർ കഴുകുന്നത്. പക്ഷേ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങാൻ, പാതയോരങ്ങളിൽ മുറിവേറ്റവനെയും കുഷ്ഠരോഗികളെയും ആലംബഹീനരെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ മിഷണറിമാരുടെ സേവനത്തെ ഒക്കെ നമ്മൾ പ്രത്യേകമായി ഓർക്കുവാൻ, എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള കൂടി നമുക്ക് ഓരോരുത്തർക്കും അവിടെ നൽകുന്നുണ്ട് എന്നത് അനുസ്മരിക്കാനും ഈ തിരുനാൾ നമ്മളെ സഹായിക്കും. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിർവഹിക്കണമെന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം കൂടെ അവിടെ സാധ്യമാവുകയാണ്. ഗോതമ്പപ്പം കയ്യിലെടുത്തുയർത്തി ഇതിൻ്റെ ശരീരമാണ് എന്ന് അവൻ ആഹ്വാനം ചെയ്തു. മുന്തിരിച്ചാറെടുത്തുയർത്തിയിട്ട് ഇതിൻ്റെ രക്തമാണ് എന്ന് അവിടുന്ന് ആഹ്വാനം ചെയ്തു. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി ആ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും മാറി എന്ന് നമ്മൾ ഹൃദയപരമാർത്ഥതയോടെ വിശ്വസിക്കുന്നു. 24 മണിക്കൂർ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ എപ്പോഴും ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വികാരിയച്ഛനോ നമുക്ക് പരിചയമുള്ളതോ ആയ ഏത് വൈദികനും കരങ്ങളിൽ അപ്പമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ഇതെൻ്റെ ശരീരമാണ് എന്നും ഗോതമ്പപ്പത്തെ അവൻ്റെ ശരീരമാക്കിക്കൊണ്ട് പറയുന്നത്, ഇതിൻ്റെ രക്തമാണെന്ന് കാസയിലെ വീഞ്ഞിനെ നോക്കി മുന്തിരിച്ചാറിനെ നോക്കി പറയുമ്പോൾ ആ മുന്തിരിച്ചാറ് അവൻ്റെ രക്തമായി മാറുമെന്ന് വിശ്വസിക്കാൻ ഒരു മടിയുമില്ല നമുക്ക്. അതിൻ്റെ ഫോറൻസിക് പരിശോധന നമുക്ക് ആവശ്യമില്ല. ബോധ്യത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊരു വിശ്വാസ സത്യമായിട്ട് ഓരോ ബലിവേദിയിലും ഗോതമ്പപ്പം അവൻ്റെ ശരീരമായും മുന്തിരിച്ചാറ് അവൻ്റെ രക്തമായി മാറുന്നുവെന്ന് ഹൃദയപരമാർത്ഥതയോടെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷ നിർവഹിക്കാനായി ദൈവം ഉയർത്തിയ പൗരോഹിത്യത്തെയും നമ്മൾ ഇന്ന് വിലമതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം ഈശോ സ്ഥാപിച്ച ദിവസമാണ് എങ്കിൽ പുരോഹിതരുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധത്തിന് കൂടുതൽ ആർദ്രതയും സ്നേഹവായ്പും ഒക്കെ കലർത്താൻ ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന, നമുക്ക് പരിചയമുള്ള, നമ്മുടെ ഇടവകയിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട എത്രയോ വൈദികര്, സമർപ്പിതര് അനുനിമിഷം അവിടുത്തെ തിരുവൽത്താരയിൽ ബലിയായി സ്നേഹത്തിൻ ബലിയർപ്പിക്കാൻ, സ്നേഹത്തിൻ ബലിയാകാൻ നിയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് തിരിച്ചറിയുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പൗരോഹിത്യത്തിന് ഇന്ന് പുല്ല് വില കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നു. ഒരുപാട് അപകടനത്തിനും പരിഹാസത്തിനും നിന്ദനത്തിനും അവരെ കിട്ടുന്നു. നമ്മുടെ ഉത്തരവാദിത്വം മറക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിക്കാം. മറക്കാതിരിക്കാം. പൗരോഹിത്യത്തിന് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന വില നമുക്കും കൊടുത്തുകൊണ്ട് എത്ര സമുന്നതന് പുരോഹിത, നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം എന്ന ഗാനത്തിൻ്റെ ആ സുന്ദരമായ ഈരടികളൊക്കെ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് എത്രയോ നന്മ നിറഞ്ഞ ഓർമ്മയാണ്. അവിടുത്തെ തിരുശരീരക്തങ്ങളായി മാറുന്ന മുന്തിരിച്ചാറിനെയും ഗോതമ്പപ്പത്തെയും അനുഗ്രഹത്തിൻ്റെ ബലിവേദിയിലേക്ക് ആനയിക്കുന്ന പുരോഹിതരെ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവൻ അപ്പമായി വീഞ്ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞ്
ശരീരമാണ് ഞാൻ ഭക്ഷിക്കുന്നത് എന്ന്, അവൻ്റെ രക്തമാണ് ഞാൻ പാനം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് മറന്നുകൂടാൻ. ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് ഏറ്റെടുക്കാം. പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തില് 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ സൂചിപ്പിക്കുന്നത് യോഗ്യതയോടെ അവന്റെ തിരുശരീരത്തിൽ ഒരുക്കമില്ലാതെ അയോഗ്യതയോടെ അവനെ സ്വീകരിക്കുമ്പോൾ തനിക്ക് തന്നെയുള്ള ശിക്ഷാവധിയാണ് നീ ഭക്ഷിക്കുക, പാനം ചെയ്യുക എന്ന് മറക്കരുത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുമ്പസാരത്തിന്റെ ഇടവേളകൾ ഏറെ വർദ്ധിച്ചു പോകാതെ അനുദിന ബലിയർപ്പണത്തില് ഗൗരവത്തോടെ പങ്കെടുത്ത് അവന്റെ തിരുശരീര രക്തങ്ങളെ വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഏറ്റുവാങ്ങാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് കൈമോശം വന്നുപോയ ദിവ്യകാരുണ്യ ഭക്തി നമുക്ക് വീണ്ടും പുനർജനിപ്പിക്കാം. അത്താഴയില് എനിക്ക് വേണ്ടി അവൻ ഹോമമായി അർപ്പിക്കപ്പെടുന്നു, എനിക്ക് വേണ്ടി അവൻ വിരുന്നായി ഒരുക്കപ്പെടുന്നു. അവനെ സ്വീകരിക്കുക എന്നത് എൻ്റെ ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്വമാണ്. ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കാൻ പരിശ്രമിച്ചിരുന്നു. എത്ര നന്നായിരുന്നു എന്ന് ഇതിൻ്റെ പരമാർത്ഥതയോടെ ഒരിക്കൽ കൂടി നമുക്ക് പ്രിയപ്പെട്ടവരെ, അവൻ നമുക്കായി നൽകുന്ന ഈ 3 അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ഈ ദിനം ധന്യമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴത്തോടെ ചേർന്ന് നിൽക്കണം. ദൈവത്തെ മറക്കാതെ, ദൈവത്തിൽ ഓടി അകലാതെ അവൻ്റെ കൃപയുടെ മക്കളായി തീരാനുള്ള ആഗ്രഹം സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആഗ്രഹിക്കാം.